ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ആമസോൺ ലിനക്സിൻ്റെ സെക്യൂരിറ്റി പാച്ചസ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ എൻ്റെ ആമസോൺ ലിനക്സ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ കേണൽ വെർഷൻ ഏതാണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ യൂനെയിം അടിച്ചിട്ട് -MRS അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള കേണൽ വെർഷൻ അറിയാനായിട്ട് പറ്റും. 4.14.77 ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അതേപോലെ തന്നെ OS ഇൻഫർമേഷൻ ചെക്ക് ചെയ്യാനായിട്ട് ETC OS റിലീസ് കൊടുത്തു കഴിഞ്ഞാൽ അതും അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് കേണൽ പുതിയ അപ്ഡേറ്റ്സ് ഏതാണെന്നുള്ളത് അറിയാൻ വേണ്ടി ലിസ്റ്റ് കേണലിൽ നിന്ന് അടിച്ചു നോക്കാം. അപ്പോൾ sudo സ്പേസ് ലിസ്റ്റ് കേണലിൽ നിന്ന് ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളതും കാണിക്കും, പുതിയ അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും എനിക്ക് കാണിച്ചു തരും. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് 77, അതായത് 4.40.77 ആണ്. പുതിയത് കിടക്കുന്നത് 40.238 ആണ്. അപ്പോൾ എനിക്കത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ റീബൂട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ അത് എഫക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി. അതേപോലെ ഇനി അവൈലബിൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി sudo അപ്ഡേറ്റ് ഇൻഫോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഞാനെപ്പോഴും sudo അടിക്കാൻ വിട്ടുപോകും. അപ്പോൾ എനിക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ടോട്ടൽ 94 സെക്യൂരിറ്റി പാച്ചസ് ആണ് ഉള്ളത്, നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ സ്പ്ലിറ്റ് ചെയ്ത് താഴത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓരോ പാക്കേജായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ മൊത്തത്തിൽ കൊടുക്കണമെങ്കിൽ അപ്ഡേറ്റ് എന്ന് കൊടുത്ത് sudo അപ്ഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇൻസ്റ്റാൾ ആയിക്കോളും. ഞാനപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുകയാണ്, അത് നോട്ട് പാഡിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. sudo അപ്ഡേറ്റ് എന്ന് കൊടുക്കുവാണ്. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇൻസ്റ്റാൾ ആവും. അതുപോലെ എനിക്ക് സെക്യൂരിറ്റി പാച്ചസ് മാത്രം മതിയെങ്കിൽ --- സെക്യൂരിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റിലേറ്റഡുള്ള പാക്കേജ് മാത്രമാണ് ഇൻസ്റ്റാൾ ആവുന്നത്. അതല്ല എനിക്കൊരു പാക്കേജ് മാത്രം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് sudo അപ്ഡേറ്റ് കേൾ, ഇപ്പോൾ കേൾ എന്ന് പറഞ്ഞ പാക്കേജാണ് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ കേൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പാക്കേജ് മാത്രം ഇൻസ്റ്റാൾ ആവും. നമുക്ക് ആ കേൾ എന്ന് പറഞ്ഞ പാക്കേജ് മാത്രമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്ഡേറ്റിംഗ് കേൾ എന്ന് പറഞ്ഞ വെർഷനും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഡിപ്പെൻഡൻസീസും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കേൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു. നമുക്കിനി ഫുൾ അപ്ഡേറ്റ് ഒന്ന് കോൾ ചെയ്തു. ഇപ്പോൾ സെക്യൂരിറ്റി മാത്രമായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ //securities എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുവാണ്, എന്നിട്ട് എൻ്റർ അടിക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും, താഴത്തേക്ക് വന്നാൽ ഞാൻ എൻ്റെ ലിസ്റ്റ് കാണാനായിട്ട് പറ്റും. ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ 69 പാക്കേജ് ഉണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്ഗ്രേഡും 1 ഇൻസ്റ്റാളും ഉണ്ട്. അപ്പോൾ ഞാൻ അപ്ഡേറ്റാണ് ഞാൻ കൊടുക്കുന്നത്. ഞാനിത് നോ അടിച്ച് ക്യാൻസൽ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ സെക്യൂരിറ്റി മാറ്റിയിട്ട് മൊത്തത്തിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് വരുമ്പോൾ കൂടും. ടോട്ടൽ 97 പാക്കേജസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുവാണ്, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. കുറച്ച് ടൈം എടുക്കും, ഞാനിപ്പോൾ അത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ കാണാനായിട്ട് പറ്റും എൻ്റെ കേണൽ വെർഷൻ ഏതാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണമെന്നുള്ളത്. പിന്നെ അത് 238 ആണ് വെർഷൻ ചെയ്യാൻ പോകുന്നത്, അത് 4.14.238 ആണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ അടിച്ചിട്ട് എൻ്റെ പഴയ വെർഷൻ എന്ന് പറയുന്നത് 14.77 ആണ്. അപ്പോൾ ഞാൻ എന്തായാലും കൊടുത്തിട്ട് ഫുൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ കൊടുക്കുവാണ്. അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, കുറച്ച് ടൈം എടുക്കും. ഇൻസ്റ്റലേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്കൊന്ന് വെർഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ യൂനെയിം അടിച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ യൂനെയിം സ്പേസ് -MRS അടിക്കുവാണ്, -MRS അടിക്കുവാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴും പഴയ വെർഷൻ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റീബൂട്ട് ആയാൽ മാത്രമേ ഇത് എഫക്റ്റ് ആവുള്ളൂ. അപ്പോൾ എനിക്ക് റീബൂട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് sudo അപ്ഡേറ്റ് ഇൻഫോ കൂടി ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ അതിനകത്ത് കാണിക്കും ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, പക്ഷേ റണ്ണിങ് പഴയ വെർഷൻ തന്നെ എന്ന് കാണിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാൾഡ് ആണ് 238 എന്ന് പറഞ്ഞ വെർഷൻ. അതേപോലെ തന്നെ 77 ആണ് കറൻ്റ്ലി റണ്ണിങ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റീബൂട്ട് ചെയ്യാം.
അപ്പോൾ അതേപോലെ ഞാൻ ആദ്യം അപ്ഡേറ്റ് ഇൻഫോ അടിച്ചപ്പോൾ ഒരുപാട് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇതുണ്ട്, ഞാൻ നേരത്തെ ഒരു 94 സെക്യൂരിറ്റി പാച്ചസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ അത് അപ്ഡേറ്റ് ഇൻഫോ അടിച്ചപ്പോൾ അതെല്ലാം കാണിക്കുന്നില്ല, അതായത് എല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഇപ്പോൾ അപ് ടു ഡേറ്റ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും റീബൂട്ട് ചെയ്ത് നോക്കുവാണ്, എന്നിട്ടൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ റീബൂട്ട് ചെയ്തിട്ട് രണ്ടാമത് ലോഗിൻ ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് യൂനെയിം അടിച്ചു നോക്കുകയാണ്. യൂനെയിമും അപ്ഡേറ്റ് ഇൻഫോ അടിച്ചു പോകണം. അപ്പോൾ യൂനെയിം അടിക്കുമ്പോൾ എൻ്റെ പുതിയ വെർഷൻ കാണിക്കുന്നുണ്ട്, അതുപോലെ പുതിയ കേണലാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതേപോലെ അപ്ഡേറ്റ് ഇൻഫോ അടിക്കുമ്പോൾ ഓക്കെ അതും കാണിക്കുന്നുണ്ട്. അപ്ഡേറ്റ് ഇൻഫോ സമ്മറി ഡൺ ആണ്, അതായത് വേറെ ഒന്നും അപ്ഡേറ്റ് ചെയ്യാനായിട്ടില്ല, എല്ലാം അപ് ടു ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു AMA എടുത്ത് വെച്ചിട്ട് ചെയ്യണം ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.